എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ മക്കൾക്കുള്ള റെക്സിൻ ബെഡ് എത്തിച്ച് നൽകിയിട്ടുള്ള കുടുംബങ്ങളോട് എല്ലാ നന്മകളും നേരാണ് കേട്ടോ. കാരണം നമ്മൾ ഈ റെക്സിൻ ബെഡിൻ്റെ ചിന്ത, അതായത് അല്ലെങ്കിൽ ഒരു റെക്സിൻ ബെഡ് അല്ലെങ്കിൽ സാധാ നോർമൽ ബെഡ് വേണമെന്നുള്ള ഒരു അപേക്ഷ നമ്മളുടെ സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യഘട്ടം റെക്സിൻ ബെഡിനാണ് നമുക്ക് തികഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ റെക്സിൻ ബെഡ് എത്തിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പല വീടുകളിലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ അതായത് മഴക്കാലത്ത് ടർപ്പോളിനും അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള അവരുടെ ഭക്ഷിക്കിറ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലാതെ റെക്സിൻ ബെഡിന് ടീച്ചേഴ്സ് റെക്സിൻ ബെഡ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന മോളുടെ റെക്സിൻ ബെഡ് ആകെ മുഷിഞ്ഞൊരവസ്ഥയിലാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു സ്പോൺസർ നമ്മളോട് ഇങ്ങനെ ഒരു ബെഡ് തരാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിക്കുന്നത് അങ്ങനെ ആവശ്യകതയുള്ള മക്കളുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് മക്കളെ നമുക്കവിടെ കാണാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ റെക്സിൻ ബെഡ് അത്യാവശ്യമായതുകൊണ്ട് മക്കളെ സേഫാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യഘട്ടം റെക്സിൻ ബെഡ് എത്തിച്ചിട്ടുള്ളത്. നോർമൽ സിംഗിൾ ബെഡ് ആവശ്യമുണ്ട്. അപ്പോൾ കഴിയുന്ന പോലെ അതിനും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, 9 മക്കൾക്കുള്ളതാണ് വേണ്ടത്, അതിനോട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് എത്തിച്ചു കൊടുക്കാം. കാരണം രോഗികളായിട്ടുള്ളവർ, കാല് മുറിക്കപ്പെട്ടവർ, കൈ വയ്യാത്തവർ, വയോധികർ, അങ്ങനെയുള്ളവർക്കാട്ടോ നമ്മൾ സിംഗിൾ നോർമൽ ബെഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ മഴക്കാലവും ഒരുപാടൊന്നും നമുക്ക് ചേർത്ത് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും നനയാതെ സ്വസ്ഥമായിട്ട് തണുപ്പ് പറ്റാതെ കിടക്കാനായിട്ടുള്ളൊരു സഹായം നമുക്ക് എത്തിച്ചു നൽകാം. കൂടെ നിന്ന് സഹകരിച്ച് എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ്. എല്ലാ നന്മകളും എന്നും ഉണ്ടാവട്ടെ. കൂടെ നിന്നതിന് താങ്ക് യു സോ മച്ച്.